മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. 14 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. അതിൽ 5 പേരുടെ മൃതശരീരം മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇന്ന് രാവിലെ ആരംഭിക്കുകയും തിരിച്ചറിഞ്ഞ് അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുമിത്രാദികൾക്ക് ആ മൃതശരീരങ്ങളെല്ലാം വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ മൃതശരീരങ്ങളൊക്കെ DNA പരിശോധന നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വളരെ ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്. കാരണം അത്ര വലിയൊരു സ്ഫോടനമാണ് നടന്നത്. ആ സ്ഫോടനത്തിൽ പലരുടെയും ശരീരഭാഗങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ തെറിച്ചു പോയിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ ശേഖരിച്ച മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു DNA പരിശോധനയൊക്കെ നടപടികളും സാങ്കേതിക നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു. അതിനുവേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഒരു പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിരുന്നു. വിദഗ്ധരായ ഫോറൻസിക് സർജന്മാർ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു മെഡിക്കൽ ടീമിനെ അതിന് സഹായിക്കുന്നതിനൊക്കെയായി വലിയൊരു ടീമിനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തുകയും നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന റൂമിന് മുന്നിലാണ്. ഇവിടെയാണെങ്കിൽ ബന്ധുമിത്രാദികളും സ്വന്തക്കാരും ഉൾപ്പെടെയുള്ള ഒട്ടേറെ വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. അതിനോടൊപ്പം ഈ നടപടിക്രമങ്ങളൊക്കെ എല്ലാം പൂർത്തീകരിക്കുന്നതിനൊക്കെ ആയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ വലിയ മുതിർന്ന ഓഫീസർമാർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാർ ഒക്കെ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എത്തിയിരുന്നു. അങ്ങനെ രാവിലെ അവരുടെ മേൽനോട്ടത്തിലാണ് ഈ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും 5 മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അത്രമാത്രം വികൃതമായിട്ടുണ്ട്. പല മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിയുകയും അതോടൊപ്പം തന്നെ ശരീരാവശിഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ശരീരത്തെറിച്ചിനായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. വലിയ ഒരു വേദനാജനകമായ ഒരു കാഴ്ചയാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും മൃതദേഹം തിരിച്ചറിയുന്നതിനൊക്കെ ബന്ധുമിത്രാദികളടക്കമുള്ളവർ രാവിലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കാത്തിരിപ്പ് സ്ഥലത്ത് എത്തിയിരുന്നു. ഇവിടെയൊക്കെ ഒട്ടേറെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയൊരു വേദനയിലാണ്. പലപ്പോഴും മൃതദേഹങ്ങളൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ വലിയ കൂട്ടക്കരച്ചിലും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അത്രമാത്രം ഒരു വേദനാജനകമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഒട്ടേറെ പ്രമുഖരായ വ്യക്തികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ രാവിലെ തന്നെ സന്ദർശിച്ച് ബന്ധുമിത്രാദികളൊക്കെ ആശ്വസിപ്പിച്ചിരുന്നു. വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസും അതോടൊപ്പം തന്നെ റവന്യൂ അധികാരികളും ആരോഗ്യവകുപ്പൊക്കെ ഇവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളും വേഗം സുഗമമാക്കുന്നതിനുമൊക്കെയായി വലിയ നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇനി ഈ ബന്ധുമിത്രാദികൾ മൃതദേഹം വിട്ടു നൽകുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നത്. അതിന് കുറച്ചധികം നടപടിക്രമങ്ങൾ വേണ്ടിവരും. കാരണം DNA നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപകടം ഉണ്ടായ സമയം മുതൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വലിയ ഒരു 300ഓളം പേരാണ്, ഡോക്ടർമാരും അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും അടക്കം മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം നിരവധി 300ഓളം പേരെ ഈ ഒരു അപകടം ഉണ്ടായ സമയം മുതൽ ഇതിനുവേണ്ടി നിയോഗിച്ചിരുന്നു. അങ്ങനെ വലിയ ഒരു ക്രമീകരണങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ പൂർത്തിയാക്കിയിരുന്നു. ആരോഗ്യവകുപ്പും പൂർത്തിയാക്കി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് രാവിലെ തന്നെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി 5ഓളം മൃതദേഹങ്ങളാണ് വിട്ടു നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് 13 എന്നാണ് ഇന്നലെ കിട്ടിയ കണക്ക്. അതിലിപ്പോൾ 5 ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി DNA നടക്കുന്നതാണ്. DNA നടത്തിയതിന് ശേഷം തിരിച്ചറിഞ്ഞ അതിനനുസരിച്ച് അവരുടെ ബന്ധുക്കൾക്ക് ശരീരാവശിഷ്ടങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സ്വീകരിച്ചിട്ടുള്ള സമയം. തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. പിന്നെ അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ വന്നിട്ടുണ്ട്. സ്ഫോടനം ഉണ്ടായതൊക്കെ പരിശോധിക്കാൻ വേണ്ടി പെസോഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് സ്ഫോടനം നടന്ന സ്ഥലത്ത് അതിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ഇവിടെ പ്രത്യേക മെഡിക്കൽ ടീമും മറ്റുമൊക്കെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കും. അതൊന്ന് ക്യാബിനറ്റ് തീരുമാനിക്കും. ഇപ്പോൾ ചികിത്സ ഇപ്പോൾ നടക്കുന്നുണ്ട്. മന്ത്രിമാർ വന്നിരുന്നു, എല്ലാ മന്ത്രിമാരും വന്നിരുന്നു. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ചികിത്സ പൂർണ്ണമായും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതെങ്കിലും മറ്റു സൗകര്യങ്ങൾ വേണമെങ്കിൽ ഇനി മരണപ്പെട്ടവരും മറ്റു കാര്യങ്ങളിൽ ഇന്ന് ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ക്യാബിനറ്റ് തീരുമാനിക്കും. അതേപോലെ അവിടെ ഒരുപാട് പരിസരത്തെ വീടുകൾക്കൊക്കെ നാശം പറ്റിയിട്ടുണ്ട്. ആ കാര്യം കൂടി ക്യാബിനറ്റ് പരിഗണിക്കും. അതുകൂടി പറയും, അതുകൂടി പരിഗണിക്കും. അതിൻ്റെ കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. താമസയോഗ്യമാണോ അതൊക്കെ ഒരു പരിശോധന? അത് പരിശോധിക്കും. ബില്ലിംഗ് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും
മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിലാണ്. ആ മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയറിംഗ് വിഭാഗം കൂടി പരിശോധിച്ച് ആവശ്യമായ തീരുമാനം സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അതിനുകൂടിയുള്ള നഷ്ടപരിഹാരം നൽകും. തൃശ്ശൂരിനെ തൃശ്ശൂരാക്കുന്നത് തന്നെ പൂരമാണ്. പൂരത്തിൻ്റെ അവസരത്തിൽ വെടിക്കെട്ട് അപകടമുണ്ടായതിൽ വലിയ ദുഃഖം എല്ലാവർക്കും, നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ പൂരത്തിൻ്റെ അവസരത്തിൽ സംഭവിച്ച വലിയ ദുരന്തമാണ്. ഞാനിപ്പോൾ ദുരന്തത്തിൽപ്പെട്ട മരിച്ചവരുടെ ബന്ധുമിത്രാദികൾക്കും പ്രത്യേകിച്ച് ആശുപത്രി ചികിത്സയിലായിരിക്കുന്നവരെയും കണ്ട് പ്രാർത്ഥിക്കാനും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അനുശോചനം രേഖപ്പെടുത്താൻ പ്രാർത്ഥിക്കാനും വന്നത്. തൃശ്ശൂർക്കാരോട് ചേർന്ന് ഞാനും ഈ ദുഃഖത്തിൽ, വലിയ ദുഃഖത്തിൽ പ്രത്യേകിച്ച് അനുശോചനം രേഖപ്പെടുത്തുന്ന മരിച്ചവരുടെ ബന്ധുക്കൾക്ക്, ഒപ്പം തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് ദേവസ്വങ്ങളുടെ പ്രസിഡന്റുമാർ വിളിച്ച് അനുശോചനം രേഖപ്പെടുത്തുന്നു. പൂരത്തിൻ്റെ അവസരത്തിൽ വലിയ ദുരന്തത്തിൽ വലിയ ദുഃഖമുണ്ട്. അതിൽ ഞാനും പങ്കുചേരുന്നു. മരിച്ചുപോയവരൊക്കെ വളരെ സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിനൊരു അർഹമായ ഒരു നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എല്ലാവരും പ്രഖ്യാപിക്കും. സർക്കാരും ബന്ധുക്കളും ആശുപത്രി എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. ഈ ദുരന്തത്തിലുള്ള വേദന അറിയിക്കുന്നു.